അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഷാജിക്ക് അഭിവാദ്യങ്ങൾ ഷാജിക്ക് അഭിവാദ്യങ്ങൾ ഷാജിക്ക് അഭിവാദ്യങ്ങൾ. പട്ടാമ്പി നഗരസഭാ ചെയർമാനായി കോൺഗ്രസിലെ ടി.പി. ഷാജിയെ തിരഞ്ഞെടുത്തു. നഗരസഭാ ഹാളിൽ രാവിലെ നടന്ന ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ ഭാഗത്തുനിന്നും ടി.പി. ഷാജിയും എൽ.ഡി.എഫിന്റെ ഭാഗത്തുനിന്നും പി. വിജയകുമാറുമാണ് മത്സരിച്ചത്. 29 അംഗങ്ങളുള്ള നഗരസഭാ കൗൺസിൽ യു.ഡി.എഫിന് 19 എൽ.ഡി.എഫിന് 9 ബി.ജെ.പിക്ക് 1 സീറ്റുമാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിൽ 19 വോട്ടുകൾ നേടി ടി.പി. ഷാജിയെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കുകയായിരുന്നു. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പി. വിജയകുമാറിന് 9 വോട്ടാണ് ലഭിച്ചത്. ബി.ജെ.പി അംഗം ഗിരിജ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. റിട്ടേണിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത ടി.പി. ഷാജി കൗൺസിൽ യോഗത്തിൽ സംസാരിച്ചു. 5 വർഷക്കാലം നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടും അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പട്ടാമ്പി നഗരത്തിന്റെ അല്ലെങ്കിൽ പട്ടാമ്പി നഗരസഭയുടെ എല്ലാ മേഖലയിലും വികസനങ്ങൾ എത്തിക്കാൻ ഈ 29 മെമ്പർമാരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ മറ്റ് കാര്യങ്ങളൊക്കെ. മറ്റു അംഗങ്ങൾ ടി.പി. ഷാജിക്ക് ആശംസകൾ നേർന്നു. തിരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്നും പുറത്തിറങ്ങിയ ടി.പി. ഷാജിയെ യു.ഡി.എഫ് നേതാക്കൾ ഹർഷാരവത്തോടെയാണ് വരവേറ്റത്. നഗരസഭയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ ടി.പി. ഷാജി പ്രതികരിച്ചു. ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളോടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളോടും പ്രത്യേകം നന്ദി അറിയിക്കാൻ വിനിയോഗിക്കുകയാണ്. വരുന്ന 2.5 വർഷക്കാലം പട്ടണത്തിലെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തി ഒരു വിവേചനമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. എല്ലാ സമൂഹത്തിലുള്ള എല്ലാ മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുക. മുൻ ഭരണസമിതിയിലെ വൈസ് ചെയർമാനായിരുന്നു ടി.പി. ഷാജി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിരുന്നു.